ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ സൂചിപ്പിച്ച പോലെ ഒരു 3-4 എപ്പിസോഡ് ഒരേ വിഷയവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുക. ഇന്നലെ നമ്മൾ സാത്താൻ്റെ 10 കെണികളെക്കുറിച്ച് മനസ്സിലാക്കിയുണ്ടായി. നമ്മൾ ചിന്തിക്കുന്നത് സാത്താൻ ഉപയോഗിക്കാറുള്ള 6 ആയുധങ്ങൾ. ദൈവവചനം വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ്. ഇനി അതിനുള്ള ആൻറ്റിഡോട്ട്, പ്രതിവിധി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ 6 ആയുധങ്ങൾ എടുക്കുക. സാത്താൻ്റെ 6 ആയുധങ്ങൾ, ദൈവത്തിൻ്റെ 6 ആയുധങ്ങൾ പരിചയപ്പെട്ടിരിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മൾ സാധാരണ പറയാറുള്ള ഒരു വാക്ക് സാത്താൻ, ഇബിലിസ്, ഇതെല്ലാം സൈറ്റനുമായി ബന്ധപ്പെട്ട പദങ്ങളാണ്. ഇനി അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തെ എതിർക്കുന്നവൻ. സാത്താൻ അവൻ്റെ പേരുകൊണ്ട് തന്നെ അർത്ഥമാക്കുന്നത് ദൈവത്തെ എതിർക്കുന്നവൻ. നമ്മൾ അവൻ്റെ പക്ഷം ചേർന്നാൽ നമ്മളും ദൈവത്തെ എതിർക്കുന്നവരായിട്ട് മാറും. ദൈവത്തിൻ്റെ പക്ഷം ചേർന്ന് നിൽക്കുന്നവര് ഒരിക്കലും സാത്താൻ്റെ ആ പ്രേരണകള്, പ്രവണതകൾ അത് കാണിക്കരുത് എന്നുള്ളത് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. വെറുപ്പ്, എതിർപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സാത്താൻ്റെ നാണയങ്ങളാണ്. അപ്പം അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതനുസരിച്ച് ഇങ്ങനെയുള്ള സ്വാധീനമുള്ള വ്യക്തികളെ മനസ്സിലാക്കാനും നമുക്ക് പറ്റും. അതനുസരിച്ച് അവരോട് പെരുമാറാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് സാത്താൻ്റെ വിജയം ശക്തിയിലല്ല, സാത്താൻ്റെ വിജയം കുതന്ത്രത്തിലാണ്. തന്ത്രങ്ങൾ മെനയുന്നവനാണ് സാത്താൻ. അവൻ്റെ ശക്തിയിലല്ല. ഇനി മനുഷ്യരുടെ ശക്തിയേക്കാൾ സാത്താന് ശക്തിയുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. മനുഷ്യരുടെ ബുദ്ധിയേക്കാൾ അവന് ബുദ്ധിയുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ദൈവത്തിൻ്റെ അടുത്ത് അതൊന്നും വില പോകത്തില്ല. നമ്മൾ ശരിക്കും ദൈവത്തോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ സാത്താൻ്റെ ഒരു കുതന്ത്രങ്ങളും നമ്മുടെ മേൽ ഏൽക്കാതിരിക്കും. അതല്ലെങ്കിൽ ഏൽക്കാനുള്ള സാധ്യതയുണ്ട്, നമ്മൾ പരാജയപ്പെടാനുള്ള സാധ്യതയുണ്ട്. സഭാപ്രസംഗൻ 9:13 മുതൽ വായിക്കുമ്പോൾ ഒരു സംഭവമുണ്ട്. ഒരു രാജാവ് ആയുധധാരിയായിട്ട് ഒരു ദേശം കീഴ്പ്പെടുത്താൻ വരുന്നു. പക്ഷെ ആ ദേശത്ത് ഒരു സാധു മനുഷ്യനുണ്ടായിരുന്നു. ആ സാധു മനുഷ്യന് ഉണ്ടായിരുന്നത് സമ്പത്തല്ല, ആയുധങ്ങളല്ല, ജ്ഞാനം. അതുകൊണ്ട് തന്നെ നമ്മൾ കാണുകയാണ്, അവിടെ പറഞ്ഞിരിക്കുകയാണ്, ആ രാജാവിന്, ആയുധധാരിയായി വന്ന രാജാവിന് ഇവരെ കീഴ്പ്പെടുത്താൻ പറ്റിയില്ല. കാരണം ജ്ഞാനിയായ ഈ മനുഷ്യൻ. എന്നിട്ട് അവിടെ തന്നെ വചനം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. 18-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ ആയുധങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് ജ്ഞാനം എന്ന് പറഞ്ഞ പോലെ സാത്താൻ്റെ ശക്തിയിലല്ല, കുതന്ത്രത്തിലാണ് അവൻ പലപ്പോഴും വിജയം കണ്ടെത്തുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. യൂദിത്ത് 7-ാം അധ്യായം 7 മുതൽ വായിക്കുമ്പോൾ ഹോളോഫർണസ് രാജാവ് വലിയൊരു കാര്യം അവിടെ ചെയ്യുന്നത് കാണാൻ പറ്റും. ഇസ്രായേൽക്കാരുടെ ജലസംഭരണി പിടിച്ചടക്കി. അവര് പിന്നെ വലിയ യുദ്ധമോ അങ്ങനെയുള്ള കാര്യങ്ങളോ വാളുകൊണ്ട് അവരെ കീഴടക്കേണ്ട ആവശ്യം വന്നില്ല. അവരുടെ ജലസംഭരണി പിടിച്ചടക്കി കഴിഞ്ഞപ്പോൾ അവർക്ക് വെള്ളം കിട്ടാണ്ടായി. ഉണ്ടായിരുന്ന വെള്ളം അവര് അളന്നളന്ന് കൊടുക്കാൻ തുടങ്ങി. അത് തീർന്നു കഴിഞ്ഞപ്പോൾ യുവാക്കൾ പോലും ആശയറ്റു വീഴുന്ന ഒരു രംഗം കാണാൻ പറ്റും. അവരുടെ ശക്തി അറ്റുപോയി. ഹോളോഫർണസ് അതിന് ചെയ്ത ഏക കാര്യം എന്താ? വാട്ടർ സോഴ്സ് പിടിച്ചടക്കി. എഫേസസ് 6:10 മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ദൈവമക്കളുടെ വാട്ടർ സോഴ്സ് എന്ന് പറയുന്നത് പ്രാർത്ഥനാ ജീവിതമാണ്. അപ്പം അവരുടെ പ്രാർത്ഥന ബ്ലോക്ക് ചെയ്യുക, അവരുടെ പ്രാർത്ഥനാ മുറിയിൽ എങ്ങനെയെങ്കിലും കയറിപ്പറ്റാൻ നോക്കുക, ഇതെല്ലാം സാത്താൻ്റെ ലക്ഷ്യമാണ്. ആ ലക്ഷ്യം തടയാനായിട്ട് നമ്മൾ ജാഗരൂകരായിരിക്കണം എന്നുള്ളത് വചനം നമ്മെ ഓർമ്മിപ്പിക്കാം. നമുക്കിനി സാത്താൻ്റെ 6 ആയുധങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കാം, പരിചയപ്പെട്ടിരിക്കാം. ഒന്നാമത്തേതാണ് കെണി. സാത്താൻ കെണി വയ്ക്കുന്നവനാണ്. 2 തീമോത്തി 2-ാം അധ്യായം 26-ാമത്തെ വചനം. അതുപോലെ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ അവൻ നമ്മെ അവൻ്റെ കെണിയിൽപ്പെടുത്തും. എന്നിട്ട് എന്ത് ചെയ്യും? അവൻ്റെ ഇഷ്ടനിർവഹണം അവൻ നടത്തും. ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ടാണ് സാത്താൻ ഇഷ്ടപ്പെടാറുള്ളത്. അവൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരായി മാറിയാൽ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നവരായിട്ട് നമ്മൾ മാറും. യോഹന്നാൻ 8:1 മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, യേശുവിനെ കെണിയിൽപ്പെടുത്താൻ ഉദ്ദേശിച്ചു വന്ന ഒരു കൂട്ടം ആൾക്കാർ. ആ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയുമായിട്ട് അവർ വന്നത് അവളെ രക്ഷിക്കാനുള്ള മോഹം കൊണ്ടൊന്നുമല്ല, യേശുവിനെ കെണിയിൽപ്പെടുത്താൻ. അങ്ങനെയെങ്കിൽ സാത്താൻ നിശ്ചയമായിട്ട് നമ്മളെ കെണിയിൽപ്പെടുത്താൻ നോക്കും. 2-ാമത്തെ ആയുധമാണ് നുണ. നമുക്കറിയാലോ, ആദ്യത്തെ നുണ പറഞ്ഞ വ്യക്തിയാണ് സാത്താൻ. ഉൽപ്പത്തി 3-ാം അധ്യായം അത് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ആദം ഹവ്വ ദമ്പതിമാർ, ആദ്യ മാതാപിതാക്കള്, ഈ നുണയാണ് അവരെ വഴിതെറ്റിച്ചത്. നുണ പറഞ്ഞതാരാ? സർപ്പം. സാത്താനെ റെപ്രസെന്റ് ചെയ്യുന്ന സർപ്പം. യോഹന്നാൻ 8:44 കൂടി എടുക്കുകയാണെങ്കിൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, സാത്താനെ കുറിച്ച് പറയുന്നത് അവൻ നുണയനാണ്, നുണ പറയുന്നവരുടെ പിതാവാണ്. അപ്പൊ നമുക്ക് നുണ പറയുന്ന ഒരു ശീലമുണ്ടെങ്കിൽ നമുക്ക് വേറൊരു അപ്പനൂടെ ഉണ്ടെന്ന്. നുണ പറയുന്നവരുടെ പിതാവ് സാത്താനാണ്. 3-ാമത്തെ ആയുധമാണ് വഞ്ചന. സാത്താന്റെ അപരനാമമാണ് ഡിസീവർ, വഞ്ചിക്കുന്നവൻ. ഇത് ദൈവവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. വെളിപാട് 12:9 സർവ്വലോകത്തെയും വഞ്ചിക്കുന്ന സാത്താൻ എന്ന് വിളിക്കപ്പെടുന്നവൻ. അവനെക്കുറിച്ച് അവിടെ പ്രതിപാദിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. യെശയ്യാ 33:1 മുതൽ വായിച്ചാൽ, വഞ്ചിക്കപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം, വഞ്ചിക്കാതിരിക്കാനും നിങ്ങൾ ശ്രദ്ധിക്കണം, അതല്ലെങ്കിൽ നിങ്ങളും വഞ്ചിക്കപ്പെട്ടിരിക്കും. 4-ാമത്തെ ആയുധമാണ്
ചതി സാത്താൻ്റെ ഒരു ട്രേഡ് മാർക്കാണ്. ചതി നമുക്കറിയാലോ. ചതിക്കുന്നവരെ നമുക്കാണെങ്കിലും ഒരിക്കലും ഇഷ്ടപ്പെടാനോ അംഗീകരിക്കാനോ പറ്റത്തില്ല. അതുകൊണ്ട് ഈ ചതിയനെ നമ്മൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യരുത് എന്ന് കർത്താവിൻ്റെ വചനവും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 2 കൊരിന്ത്യർ 11:3 വചനം എടുത്താൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, ക്രിസ്തുവിൽ നിന്ന് നിങ്ങളുടെ ചിന്തകളെ വ്യതിചലിപ്പിക്കാൻ ഈ ചതിയൻ പരിശ്രമിക്കും. ക്രിസ്തുവിൽ നിന്ന് നിങ്ങളുടെ ചിന്തകളെ, ദൈവിക ചിന്തകൾ മാറ്റാനായിട്ട് ഈ ചതിയൻ പരിശ്രമിക്കും എന്നുള്ളത് കർത്താവിൻ്റെ വചനം പറയുകയാണ്. 5ാമത്തെ ആയുധമാണ് കൂരമ്പ്. എഫേസസ് 6:16 വചനം അവിടെ പറഞ്ഞിട്ടുണ്ട്, ഈ വിശ്വാസത്തിന്റെ ആ ഒരു പരിച അത് നമ്മൾ എടുക്കണം. എന്തിനാ? സാത്താന്റെ കൂരമ്പിനെ എതിർക്കാൻ. സാത്താൻ കൂരമ്പ് ഉപയോഗിക്കുന്നവനാണ്. അതിനെ എതിർക്കാൻ നമുക്ക് വേണ്ടത് വിശ്വാസത്തിന്റെ പരിച. 6ാമത്തേതാണ് കുടിലതന്ത്രം. സാത്താന്റെ ഒരു ആയുധമാണ് കുടിലതന്ത്രം. സഭാപ്രസംഗൻ 7:26 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, മരണത്തെക്കാൾ കയ്പുള്ളവളാണ് നാരി. മരണത്തെക്കാൾ കയ്പുള്ളവൾ. അവളുടെ ഹൃദയം കെണിയും വലയുമാണ്. സാത്താനിലേക്ക് വിരൽ ചൂണ്ടുന്ന ചില കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. സാത്താന്റെ 6 ആയുധങ്ങൾ: നുണ, കെണി, ചതി, വഞ്ചന, കൂരമ്പ്, കുടിലതന്ത്രം. ഇവയിൽ പെടാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിന് ആവശ്യമായിട്ടുള്ളതാണ് ഒരു ആൻറ്റിഡോട്ടായിട്ട്, നമുക്ക് ഒരു പ്രതിവിധിയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ് ദൈവത്തിൻ്റെ 6 ആയുധങ്ങൾ. എഫേസസ് 6:10-17 വരെ വായിക്കുമ്പോൾ ഇതെല്ലാം അവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. സത്യം ഒരു ബെൽറ്റായിട്ട് ധരിക്കണം. നീതി ഒരു കവചമായിട്ട് ധരിക്കണം. സമാധാനം ഒരു ഷൂസ് ആയിട്ട് ധരിക്കണം. വിശ്വാസം ഒരു പരിചയായിട്ട് നമ്മൾ എടുക്കണം. രക്ഷ ഹെൽമറ്റായിട്ട് നമ്മൾ ധരിക്കണം. ദൈവവചനം വാളായിട്ട് നമ്മൾ കയ്യിലെടുക്കണം. 6 ദൈവത്തിന്റെ ആയുധങ്ങൾ. ഈ ആയുധങ്ങളെടുത്ത് സാത്താനെ ചെറുത്ത് തോൽപ്പിക്കുന്നവരാകുവാൻ നമുക്ക് ആഗ്രഹിക്കാം. അതിനായിട്ട് പ്രാർത്ഥിക്കാം. ഇന്നത്തെ നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ശിരസ് നമിച്ച് ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദവും നമുക്കിപ്പോൾ സ്വീകരിക്കാം. ദൈവത്തിന്റെ വചനം ശ്രവിച്ച നമുക്ക് ആ വചന നിറവിൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ഇതിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നാളെ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.